എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ക്രിസ്ത്യൻ മാട്രിമോണിയിൽ ഒരു സ്പാം നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഹോബീസ് ചോദിക്കുമ്പം അയാൾ പറയും എൻ്റെ ഹോബി ട്രേഡിംഗ് ആണെന്ന്. സോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയുക, ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്നറിയുമ്പോഴത്തേനും അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. സോ എൻ്റെ ഒരു ഫ്രണ്ടിന് ഓൾറെഡി അബദ്ധം പറ്റിയതാണ്. ഇതുപോലെ മാട്രിമോണിയിൽ കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടി പറഞ്ഞിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ അത് വിഡ്രോ ചെയ്യാൻ പറ്റിയില്ല. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും നടക്കാൻ പോകുന്നത്. എൻ്റെ പേരിലല്ല ഈ സ്പാം നടക്കുന്നത്. എൻ്റെ പേര് നീതു എന്നാണ്. സ്പാം നടക്കുന്നത് അനുഷ എന്നുള്ളൊരു പേരിലാണ്. അവരിനിയും പേര് മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആ നമ്പറും ഡീറ്റെയിൽസും ബാക്കിയുള്ള ചാറ്റും ഞാൻ ഇവർക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അവരവരെന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസിലാണ്. പിന്നെ കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എന്തായാലും ഞാനത് ചെയ്യും. പക്ഷെ ഞാൻ വിചാരിച്ചു ആദ്യം ഒരു വീഡിയോ ചെയ്യാം, കാര്യം ആർക്കും ഒരു അബദ്ധവും പറ്റരുത്. സോ ആദ്യം ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ മാട്രിമോണിയിലെ ആ ഒരു പ്രൊഫൈൽ. ശരിക്കും ഒരു പ്രൊഫൈൽ ഇനി മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഒരാളുമായിട്ട് ചാറ്റ് ചെയ്തതാണ്. അപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് മാരേജ് നോക്കുന്ന ഒരാളെ പോലെ തന്നെയാണ് എല്ലാം ഈ ഒരു വ്യക്തിയോട് അയാൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു നമ്പറാണ് അവരിപ്പം യൂസ് ചെയ്യുന്നത്. ഈ നമ്പറിലാണ് ആ ഒരു വ്യക്തിയോട് ആ ഒരു വ്യക്തി ചാറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ എടുത്ത് നിങ്ങൾ നല്ല തെറി പറയാൻ പറ്റുമെങ്കിൽ നല്ല തെറി പറഞ്ഞോളുക. അപ്പോൾ ഒരു നമ്പറൊക്കെ മാറ്റാനുള്ള ചാൻസസ് വീണ്ടും ഉണ്ട്, ID മാറ്റാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ആ വ്യക്തിയായിട്ടുള്ള ചാറ്റ്. ഇനി ഞാൻ ചാറ്റ് ചെയ്തപ്പം അയാളുടെ റിപ്ലൈ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അവനോട് പറഞ്ഞു, നീ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എൻ്റെ ഫോട്ടോ വെച്ചുള്ള കളി നീ നിർത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തന്ന റിപ്ലൈ ഭയങ്കര കോമഡി ആയിട്ടുള്ളതാണ്. അവൻ്റെ കോൺഫിഡൻസ് ശരിക്കും അതിലുണ്ട്. എന്തായാലും അവൻ എൻ്റെ ഫോളോവേഴ്സിലുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ്റെ കോൺഫിഡൻസ് ഞാൻ ഉടനെ തന്നെ തീർത്തോളാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എടാ നിനക്ക് കഞ്ഞിക്ക് കുടിക്കാൻ വകയില്ലെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യേ, ഒരു പാത്രം എടുത്ത് എവിടെയെങ്കിലും തെണ്ടാൻ പോകും. അല്ലാതെ മറ്റുള്ളവരുടെ ഫോട്ടോയും വെച്ചിട്ട് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കാതെ